വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സോളം ബെഡിൽ കിടന്നു കഴിഞ്ഞാലും പിന്നീട് എഴുന്നേക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഭയങ്കര വാട്ടർ ഫോമിലായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്നത് വജൈനയിൽ നിന്നുണ്ടാകുന്ന ലിക്വിഡാണോ അല്ലെങ്കിൽ സ്പേം സെൽസ് തന്നെയാണോ പോകുന്നത്, അതല്ലെങ്കിൽ ഇത്രത്തോളം സ്പേം സെൽസ് പോവുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രഗ്നൻ്റ് ആകും എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സെൽഫ് എക്സാമിനേഷനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഒരു ലീക്കേജ് വജൈനൽ പോർഷനിൽ നിന്ന് നമുക്കുണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ മുഴുവനും കടന്നിരിക്കുന്നത് സ്പേം സെൽസ് മാത്രമല്ല, നമ്മുടെ സ്പേമിൻ്റെ കവർ ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ്, അതുപോലെ നമ്മുടെ വജൈനൽ ലിക്വിഡ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പുറത്തേക്ക് നമുക്ക് പോകുന്നത് കേട്ടോ. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം മെഷേഴ്സ് ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സോളം നിങ്ങൾ ബെഡിൽ നേരെ നീണ്ടു നിവർന്ന് കിടക്കാനായിട്ട് നോക്കുക. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എഴുന്നേക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് ആയതുകൊണ്ട് കുറച്ചധികം സ്പേം സെൽസ് തിരിച്ചു വരാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സോളം ബട്ടക്സിൻ്റെ പോർഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ പോർഷനിൽ പില്ലോ വെച്ചിട്ട് ഉയർത്തി കിടക്കുന്നത് നമ്മുടെ ആ ഒരു ലീക്കേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം ലെഗത്ത് വാൾ പൊസിഷനിൽ കിടക്കുന്നതോ ബ്രിഡ്ജ് പോസ് യോഗ ട്രൈ ചെയ്യുന്നതോ നിങ്ങളുടെ ലീക്കേജ് ഉണ്ടാവുന്നത് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടും പിന്നീട് എഴുന്നേൽക്കുമ്പോഴും ഒരുപാട് ലീക്കേജ് പോകുന്നു എന്ന് പറയുന്നവരെ ഏറ്റവും കൂടുതൽ എക്സാമിൻ ചെയ്യേണ്ട ഒന്നാണ് അവരുടെ വജൈന എന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാവരും തന്നെ വജൈനൽ പോർഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്, യൂറിനേറ്റ് ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. വജൈന ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് നമ്മുടെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഉള്ളിലോട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനല്ല, ഫിംഗർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ വലിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറില്ലേ, ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഓപ്റ്റ് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് ഏത് ടൈപ്പുള്ള വജൈനൽ ഡിസ്ചാർജ് ആണെന്ന് നോക്കുക. ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടായിക്കോളും. ഓർഗാസം ഒക്കെ ഉണ്ടാകുമ്പോൾ, ഫോർപ്ലേ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടായിക്കോളും. എന്നാൽ അതല്ലാതെ നേരെ മറിച്ച് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പുള്ള ഡിസ്ചാർജ് ആണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നത് തിക്കായിട്ടുള്ള ഭയങ്കര കട്ടിയായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് പോലുള്ള ഒരു ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. കാരണം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാണുന്ന ഒരു കുറച്ച് ലിക്വിഡ് സ്പേം സെൽസിനകത്തേക്ക് മില്യൺസ് ഓഫ് സ്പേം സെൽസ്, ആ സെമനകത്തേക്ക് മില്യൺസ് ഓഫ് സ്പേം സെൽസ് ഉണ്ടായിട്ടുണ്ടാകും കേട്ടോ. ഇതിനകത്തേക്ക് നന്നായിട്ട് സ്വിം ചെയ്ത് പോകണമെങ്കിൽ വജൈനയുടെ ആ ഒരു എൻട്രൻസിൽ തന്നെ അതിന് ആ ഒരു സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി കിട്ടണം. ഇത് ശരീരത്തിന് കൊടുക്കുന്നത് നോർമലായിട്ടുള്ള എഗ് വൈറ്റ് ടെക്സ്ചറുള്ള വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്നത് തിക്കായിട്ടുള്ള, ഒന്നിനെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ കൂടുതൽ സ്പേം ലീക്കേജ് പുറത്തേക്ക് ഉണ്ടാകാനായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലീക്കേജ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇതിനെ ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെമനകത്ത്, നമ്മുടെ വജൈനയുടെ അകത്ത് പ്രതികൂലമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോർമലി പല സ്ത്രീകൾക്കും ഹോസ്റ്റൈൽ ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റീസൺസ് ഏറ്റവും കൂടുതലുള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മുടെ നോർമലി ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ്, ആ ലൂബ്രിക്കേഷനുള്ള രീതിക്കുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നത് ഈസ്ട്രജൻ ഹോർമോൺ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സെർവിക്സിലോട്ട് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് കൊണ്ടുമാണ്. എന്നാൽ ഈസ്ട്രജനിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ, ലോ ഈസ്ട്രജൻ ഉണ്ടാകുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേറെ തരത്തിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ഒന്നും ഇല്ലാതെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മ്യൂക്കസ് ഒന്നും ഇല്ലാതെ തിക്കായിട്ടുള്ള രീതിക്ക് തന്നെ മ്യൂക്കസ് നമുക്ക് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ഈസ്ട്രജൻ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുന്നത് PCOD ഉള്ള ആളുകളിലാണ് കേട്ടോ. PCOD ഉള്ള ആളുകൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള റീസൺസ് ഭയങ്കര കൂടുതലാണ്. ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഓവുലേഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ലാക്കായിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകാം. തൊട്ടടുത്ത മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ആണ്. ഒരു 20s ഒരാൾക്ക് ഉണ്ടാകുന്ന പോലെ ആയിരിക്കില്ല ഫെർട്ടൈൽ സെർവിക്കൽ മ്യൂക്കസ് ആയിരിക്കില്ല 30s 40s ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടും നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. കൂടുതൽ സെർവിക്കൽ
മ്യൂക്കസും തിക്കായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലൂബ്രിക്കൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്. നോർമലി സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്തവരും അത് ഭയങ്കര തിക്കായിട്ടുള്ള ആളുകളും ഏറ്റവും കൂടുതൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടത് ആ തിക്കായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിനെ എങ്ങനെ നോർമൽ ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആക്കാം എന്നാണ് പരീക്ഷിക്കേണ്ടത്. അതിന് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഡോക്ടറോട് പറയണം. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് കൂടുതൽ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തരുന്ന ഒരു കാര്യമാണ് കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഇത് കൂടുതലായിട്ട് സെർവിക്കൽ മ്യൂക്കസ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ജനറേറ്റ് ആവുന്നതിനും അതുമൂലം സ്പേം സെൽസിന് ശരീരത്തിനകത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ടൈം പീരീഡ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കൂടുതലും തിക്കായിട്ടുള്ള മ്യൂക്കസ് ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഇതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, PCODയുടെ കണ്ടീഷനോ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ, ഈസ്ട്രോജൻ്റെ ലെവൽ നിങ്ങൾക്ക് നോർമൽ ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും എക്സാമിൻ ചെയ്യാറുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് മാലാസന പോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്, മലാസന വോക്ക് പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് സർവിക്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സെർവിക്കൽ മ്യൂക്കസിൻ്റെ കണ്ടന്റിൽ മെജോറിറ്റി അടങ്ങിയിട്ടുള്ളത് വെള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ദിവസേന കുടിക്കുന്നതും അതുപോലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുന്നതും ഈ ഒരു ബുദ്ധിമുട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തൊരു റീസൺ നമുക്കിങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കുക എന്നുള്ളൊരു കാര്യമാണ്. വെയിറ്റ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു രീതിക്കല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോഴും നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാക്കാം. തൈറോയ്ഡ്, PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സെർവിക്കൽ മ്യൂക്കസ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹോസ്റ്റേൽ ആണെങ്കിൽ നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സെർവിക്കൽ മ്യൂക്കസിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റ്, ആൻസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് എല്ലാ ടെസ്റ്റും ചെയ്തു പക്ഷേ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല, അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ആണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ ഈ സെർവിക്കൽ മ്യൂക്കസ് എക്സാമിൻ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടീഷൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നമുക്ക് ചൊറിച്ചിലുണ്ടാകും, പുകച്ചിൽ, അങ്ങനെ ഒരുപാട് സിംറ്റംസ് വജൈനയിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആളുകൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അങ്ങനെ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോണ്ടാക്റ്റിന് മുൻപ് നമ്മുടെ ബോഡി കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാനായിട്ട് നോക്കുക. കട്ടിയായിട്ടുള്ള രീതിക്കുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ആ കട്ടി ഡിസ്ചാർജ് എന്ന ഉദ്ദേശം നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ 2 കയ്യിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിരലിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കുക. 2 വിരലിലോട്ടും അങ്ങോട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ വലിയാത്ത സിറ്റുവേഷനിൽ ഒരു കയ്യിൽ തന്നെ ഒരു വിരലിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ സെർവിക്കൽ മ്യൂക്കസ് ആണ് ആ ലീക്കേജ് ഉണ്ടാകുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈനെസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഡിസ്ചാർജ് കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം, വേറെ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെയും കൂടി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന് കൃത്യമായിട്ട് സ്വിം ചെയ്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂബ്രിക്കൻസ് ഉണ്ട് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള. നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ലൂബ്രിക്കൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്പേം സെൽസ് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.